രാജ്യത്ത് ഒരു വർഷത്തിനിടെ ഭരണകൂടവും ഹിന്ദുത്വ സംഘടനകളും നടത്തിയ അതിക്രമങ്ങളിൽ 50 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 23 പേർക്ക് പോലീസ് അടക്കം സുരക്ഷാ ഏജൻസികൾ നടത്തിയ ഏറ്റുമുട്ടലിലാണ് ജീവൻ നഷ്ടമായത്. 27 പേർക്കാകട്ടെ തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ അക്രമങ്ങളിലും. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സൗത്ത് ഏഷ്യ ജസ്റ്റിസ് ക്യാമ്പയിൻ റിപ്പോർട്ടിലാണ് ഈ കണക്കുകളുള്ളത്. പോലീസ് അടക്കം വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ സുരക്ഷാ ഏജൻസികളുടെ നടപടികളിൽ കൊല്ലപ്പെട്ടത് 8 മുസ്ലിങ്ങളാണ്. ഉത്തർപ്രദേശിൽ പോലീസ് എൻകൗണ്ടറുകളിൽ 6 പേർ കൊല്ലപ്പെട്ടു. അസമിൽ കുടിയിറക്ക് നടപടിക്കിടെ ഒരാൾക്ക് ജീവൻ നഷ്ടമായി. വിദ്വേഷ കൊലപാതകങ്ങളുടെ കണക്കുകൾ ഇതിലും ആശങ്കാജനകമായ വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെന്ന് ആരോപിച്ചും പശു സംരക്ഷകരുടെ അതിക്രമങ്ങളിലും UP-യിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ബീഹാറിൽ 4-ഉം ത്രിപുരയിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഒരു വർഷത്തിനിടെ 4000-ലധികം ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഏകപക്ഷീയമായി രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. 2025 മെയ് 7-നും ജൂലൈ 3-നും ഇടയിൽ 1880 മുസ്ലിങ്ങൾ ഇത്തരത്തിൽ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തപ്പെട്ടു. ഒക്ടോബറിനും ഡിസംബറിനും ഇടയിലുള്ള കാലയളവിൽ ആസമിൽ നിന്ന് മാത്രം 2000-ലധികം മുസ്ലിങ്ങൾ ഇത്തരത്തിൽ അതിർത്തി കടത്തപ്പെട്ടു. ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യക്കാരാണെന്ന് കണ്ടെത്തി പ്രവേശനം നിഷേധിച്ചതോടെ 200-ലധികം പേരാണ് മടങ്ങിയെത്തിയത്. 140-ലധികം റോഹിംഗ്യൻ അഭയാർത്ഥികളെ ബലം പ്രയോഗിച്ച് മ്യാൻമാറിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്. ഇവരിൽ 40 പേരെ കടലിലാണ് ഉപേക്ഷിച്ചത്. ഒരു വർഷത്തിനിടെ വിവിധ സംഭവങ്ങളിലായി കശ്മീരിലും ആസമിലും ഉത്തർപ്രദേശിലും ഒഡീഷയിലും ഗുജറാത്തിലുമായി 10,000-ഓളം മുസ്ലിങ്ങൾ കസ്റ്റഡിയിലെടുക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളിലുണ്ട്. ഗോ സംരക്ഷണ നിയമവും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റമെന്ന ആരോപണവുമാണ് ഭൂരിപക്ഷം സംഭവങ്ങളിലും ഉണ്ടായിരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിൽ 3000-ലധികം പേരും ഡൽഹി ആക്രമണത്തിന് പിന്നാലെ 1000-ലധികം പേരും കസ്റ്റഡിയിലായിരുന്നതായി ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ട് പരിശോധിക്കാം. അത് വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചാണ്. 2025-ൽ 21 സംസ്ഥാനങ്ങളിലായി മതന്യൂനപക്ഷങ്ങളെ, പ്രധാനമായും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ട് 1318 വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നതായാണ് സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹെയ്റ്റിൻ്റെ പ്രൊജക്റ്റായ ഇന്ത്യ ഹെയ്റ്റ് ലാബ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളിൽ പകുതിയോളം, അതായത് 656 സംഭവങ്ങൾ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, പോപ്പുലേഷൻ ജിഹാദ് തുടങ്ങിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മുൻനിർത്തിയായിരുന്നു. 308 പ്രസംഗങ്ങളിൽ അക്രമത്തിനുള്ള ആഹ്വാനമുണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെ വിദ്വേഷമോ അതിക്രമത്തിനുള്ള ആഹ്വാനമോ ഉൾപ്പെട്ട 162 പ്രസംഗങ്ങളുണ്ടായി. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് മുസ്ലിമോ ക്രിസ്ത്യാനിയോ സിഖുകാരനോ മറ്റെന്തെങ്കിലും ന്യൂനപക്ഷ സമുദായക്കാരനോ ആയി തുടരാൻ അവകാശമില്ലേ? ഉണ്ടെന്നാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. എന്നാൽ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആശങ്കാജനകമായ കാര്യങ്ങളാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യ അവകാശങ്ങളും നീതിയും എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലേക്കെത്താൻ ഇനിയും ഏറെ ദൂരമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഇത്തരം കണക്കുകൾ.